ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ജൂലൈ 31-നാണ് എക്സാം. ഇനി ഒരു മാസം കൂടി മാത്രമേ എക്സാമിനുള്ളൂ. അപ്പോൾ എല്ലാവരും വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. ഞാൻ ഇന്ന് സർഫാസി ആക്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സർഫാസി ആക്ട് എന്താണ് എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. സർഫാസി ആക്ട് എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് നോക്കാം. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് 2002. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് ആക്ട് എന്താണ്? വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ജപ്തി നടപടികൾ നടത്താനുള്ള അധികാരം കൊടുക്കുന്ന നിയമമാണിത്. 2002 ഇന്ത്യൻ പാർലമെൻറ്റ് ഈ നിയമം പാസ്സാക്കുന്നത്. എന്താണ്? വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ജപ്തി നടപടികൾ നടത്താനുള്ള അധികാരം കൊടുക്കുന്ന നിയമമാണ് ഇത്. The repayment of loan from financial institution Mutinial law gave him the right to conduct directly to the mortgage process. The law was passed by the Indian Parliament in 2002. വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയാൽ എന്താണ്? പ്രസ്തുത അക്കൗണ്ട് നോൺ പെർഫോമിംഗ് അസറ്റായി പ്രഖ്യാപിക്കാൻ ബാങ്കിന് സാധിക്കും. In case of non-repayment of the loan, the bank can declare the account as a non-performing asset. വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ 3 ഗഡുക്കൾ തുടർച്ചയായി വീഴ്ച വരുത്തിയാൽ ഈടായി നൽകിയ വസ്തു ബാങ്കിന് നേരിട്ട് പിടിച്ചെടുക്കാനും വിൽക്കാനും നിയമം അധികാരം നൽകുന്നുണ്ട്. The law empowers the bank to seize and sell the mortgaged property directly if the loan default in 3 installments. ഈട് വസ്തു പിടിച്ചെടുക്കാൻ കോടതി ഉത്തരവ് വേണ്ട. വായ്പാ വസ്തുവിൽ നോട്ടീസ് പതിച്ച് ബാങ്കിന് ഏറ്റെടുക്കാം. കടമെടുത്തയാൾ 60 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും തിരിച്ചടവ് നടത്തണമെന്ന് നോട്ടീസ് അയക്കാനും ബാങ്കിന് കഴിയും. No court order is required to seize the collateral. The bank can take over the loan by placing a notice on the property. The bank can also send a notice to the borrower to repay in full within 60 days. നിശ്ചിത സമയപരിധിയിൽ കുടിശ്ശിക സംഖ്യ പൂർണ്ണമായും തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ ബാങ്കിന് ജപ്തി നടപടികൾ സ്വീകരിക്കാം. കടമെടുത്തയാളിൽ നിന്ന് ജപ്തി മുഖാന്തരം സംഖ്യ ഈടാക്കാനായില്ലെങ്കിൽ ജാമ്യക്കാരുടെ സ്ഥാവര ജംഗമങ്ങൾ ജപ്തി ചെയ്യുന്നതിനും ബാങ്കിന് അധികാരമുണ്ട്. $1,00,000 താഴെയുള്ള വസ്തു ഈട് നൽകാത്ത വായ്പയ്ക്ക് മാത്രമാണ് നിയമം ബാധകമല്ലാത്തത്. തിരിച്ചടയ്ക്കേണ്ട തുക എടുത്ത വായ്പയുടെ 20% താഴെയാണെങ്കിലും നിയമം ബാധകമല്ല. 2016 ആഗസ്റ്റ് 2 സർഫാസി നിയമത്തിൽ ഭേദഗതി വരുത്തി. എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആൻഡ് റീകവറി ഓഫ് ഡെപ്റ്റ്സ് ലോ ആൻഡ് മിസലേനിയസ് പ്രൊവിഷൻ അമൈൻമെൻറ്റ് ബിൽ 2016 ലോകസഭ പാസാക്കി. രാജ്യസഭ 2016 ഓഗസ്റ്റ് 10 ഇത് അംഗീകരിച്ചു. അപ്പോൾ എന്താണ് സർഫാസി ആക്ട് എന്ന് പറഞ്ഞാൽ? ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് എന്താണ്? വായ്പാ തിരിച്ചടവ് ഇല്ലാത്ത സാഹചര്യത്തിൽ അവർ ഈട് തന്നിട്ടുള്ള വസ്തു ഉണ്ടാവുമല്ലോ, അത് നോട്ടീസ് നൽകി കരസ്ഥമാക്കുകയും അത് വിൽപ്പന നടത്തി വായ്പാ തുക ബാങ്കുകൾക്ക് വസൂലാക്കാൻ കഴിയുന്നതുമാണ്. ഇതിനെന്ത് ചെയ്യണം? നിയമാനുസൃതമായ നോട്ടീസ് വായ്പക്കാരനും ജാമ്യക്കാരനും രജിസ്റ്റേർഡ് തപാൽ വഴി അയക്കണം.
കൂടാതെ എന്താണ്, തുടർ നടപടികൾക്ക് വേണ്ടി ബാങ്ക് എന്താണ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുകയും വേണം. ഇനി രജിസ്റ്റേർഡ് നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ വായ്പക്കാരൻ്റെ വീടിൻ്റെ ഭിത്തിയിൽ എന്താണ് ഈ നോട്ടീസ് പതിപ്പിക്കുകയും അതുപോലെ എന്താണ് നോട്ടീസിൻ്റെ പകർപ്പ് അവിടെയുള്ളൊരു പത്രത്തിലും കൂടാതെ ഒരു ഇംഗ്ലീഷ് പത്രത്തിലും പരസ്യപ്പെടുത്തുകയും വേണം. ഇനി കുടിശ്ശിക തിരിച്ചടവിൽ നോട്ടീസ് നൽകി 60 ദിവസത്തിനകം എന്താണ് ജാമ്യവസ്തു കരസ്ഥമാക്കാം. വസ്തു കരസ്ഥമാക്കിയ വിവരം പരസ്യപ്പെടുത്തണം. കൂടാതെ ഇതിൻ്റെ എന്താണ് ഒരു അംഗീകൃത വില നിർണ്ണയക്കാരുടെ സഹായത്തോടെ വസ്തുവിൻ്റെ വിൽപ്പന തുക നിർണ്ണയിച്ച ശേഷം പരസ്യ ലേലത്തിലോ ടെൻഡർ ക്ഷണിച്ചോ നിർണ്ണയിച്ച തുകയ്ക്ക് മുകളിലുള്ള തുകയ്ക്ക് വസ്തു വിൽപ്പന നടത്തി പൈസ ബാങ്കിന് ഈടാക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് സർഫാസി ആക്ട് എന്ന് പറയുന്നത്. ഇനി ഇതുമായി മുൻ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് സർഫാസി ആക്ട്? Securitization and Reconstruction of Financial Asset and Enforcement of Security Interest Act. അടുത്ത ചോദ്യം, സർഫാസി ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. ഏത് ഇയറിലാണ് സർഫാസി ആക്ട് പാസ്സാക്കിയത്? ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2002, ഓപ്ഷൻ സി 2013, ഓപ്ഷൻ ഡി 2001. ആൻസർ 2002 സർഫാസി ആക്ട് പാസ്സാക്കിയത്. അടുത്ത ചോദ്യം, വിച്ച് കമ്പനി ഹാസ് ബീൻ സെറ്റപ്പ് അണ്ടർ സർഫാസി ആക്ട്? ആൻസർ ARCIL, Asset Reconstruction Company in India. അടുത്ത ചോദ്യം, under which section of Sarfazi Act secured creditors have right of enforcement of security interest? Answer section 13. അടുത്ത ചോദ്യം, if any borrower make any default in repayment of loan or any installment of loan, then his account is treated as dash. If any borrower make any default in repayment of loan or any installment of loan, then his account is treated as dash. Answer non-performing asset NPA. അടുത്ത ചോദ്യം, സർഫാസി ആക്ട് ഹാസ് ബീൻ അമൈൻഡ് ബൈ ഡാഷ്. ആൻസർ Enforcement of Security Interest and Recovery of Debts Law and Miscellaneous Provision Amendment Bill 2016. Next question, the amendment bill was passed in which year? Answer 2nd August 2016 by Lok Sabha and 10th August 2016 by Rajya Sabha. Next question, to pass this act, recommendation was made by dash. Answer Narasimham Committee. അടുത്ത ചോദ്യം, സർഫാസി ആക്ട് 2002 does not concern which of the following aspects? Option A, securitization of financial asset. Option B, reconstruction of asset. Option C, setting up of central registry. Option D, none of these. Answer option B, reconstruction of asset. Next question, under the provision of Sarfasi Act 2002, a charge on movable property in favor of secured without delivery of possession to creditors is called option A, mortgage. Option B, hypothecation. Option C, pledge. Option D, lien. Answer hypothecation.
അടുത്ത ചോദ്യം, സർഫാസി ആക്ട് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ഡാഷ്. ഓപ്ഷൻ എ ഹൗസ് പ്രോപ്പർട്ടി, ഓപ്ഷൻ ബി മെഷീനറി, ഓപ്ഷൻ സി അഗ്രികൾച്ചറൽ ലാൻഡ്, ഓപ്ഷൻ ഡി KVP. ആൻസർ അഗ്രികൾച്ചറൽ ലാൻഡ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ലിമിറ്റ് ഓഫ് ലോൺ അണ്ടർ വിച്ച് സർഫാസി ആക്ട് നോട്ട് എലിജിബിൾ ഓർ ആപ്ലിക്കബിൾ? ഓപ്ഷൻ എ 1 lakh, ഓപ്ഷൻ ബി 2 lakh, ഓപ്ഷൻ സി 3 lakh, ഓപ്ഷൻ ഡി 4 lakh. ആൻസർ ഓപ്ഷൻ എ 1 lakh. അടുത്ത ചോദ്യം, അണ്ടർ സർഫാസി ആക്ട് വിച്ച് among the following is a borrower? ഓപ്ഷൻ എ person who has obtained a financial assistance from bank. ഓപ്ഷൻ ബി a person who has created mortgage or any other charge over asset. ഓപ്ഷൻ സി a person who has given guarantee. ഓപ്ഷൻ ഡി all of this. ആൻസർ ഓപ്ഷൻ ഡി all of the above. Next question, which of the following statement is correct regarding securitization and reconstruction of financial asset and enforcement of Security Interest Act 2002? Option A, the act enabled bank to recover NPAs through easy disposal of secured asset. Option B, the act enabled bank to do multiple lending on deposit received by the public. Option C, act requires court to give priority to case involving in NPAs of bank. Option D, none of these. Answer option A, the act enables bank to recover NPAs through easy disposal of secured asset. Next question, the provision of SARFAESI Act is applicable in which of the following transaction? A, lien or pledge. B, security interest created on agricultural land. Option C, loan amount above 1 lakh. D, none of the above. Answer loan amount above 1 lakh. Next question, under the provision of SARFAESI Act 2002, what is mean by enforcement of security interest? Option A, sale of asset of the borrowing party by the bank. Option B, sale of charged asset by the secured creditors through DRT. Option C, sale of charged asset by the secured debtors without court intervention. Option D, none of these. Answer option C, sale of charged asset by the secured debtors without court intervention. Next question, under the provision of SARFAESI Act 2002, where a transaction of securitization is registered. Option A, registrar of companies. Option B, registrar of assurance. Option C, registrar of crime. Option D, registrar of central registry. Answer option D, registrar of central registry. Next question, how much time is given to borrower to make payment of due under provision of SARFAESI Act 2002 before taking provision of asset? Option A, 60 days. Option B, 45 days. Option C, 50 days. Option D, 30 days. Answer option A, 60 days. Next question, under the provision of SARFAESI Act 2002, which of the following is not a part of the financial asset reconstruction? Option A takeover management of the unit. Option B, reschedulement of the dues payable by the borrower. Option C, taking possession of the asset. Option D, none of the above. Answer option D, none of the above. Next question, what is the maximum period allowed to a securitization company for recovery of reconstruction financial asset? Option A, 2 years. Option B, 4 years. Option C, 5 years. Option D, 7 years. Answer
Option C, 5 years. Next question. What is the time limit within which any person aggrieved by any measures taken by secured creditors file an application to the Debt Recovery Tribunal? Option A, within 45 days from the date on which such measures had been taken. Option B, within 30 days from the date on which such measures had been taken. Within 15 days from the date on which such measures had been taken. Option D, within 60 days from the date on which such measures can be taken. Answer. Option A, within 45 days from the date on which such measures had been taken. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സർഫാസി ആക്ട് എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്